ശബരിമല യുവതീ പ്രവേശന വിവാദത്തിന് ശേഷം ഏറ്റവും അധികം ചർച്ചയായതാണ് അഗസ്ത്യാർമല യുവതീ പ്രവേശനം. സ്ത്രീകൾക്ക് പ്രവേശനം നിഷിദ്ധമായിരുന്ന അഗസ്ത്യാർകൂടം വരെ കീഴടക്കി സ്ത്രീകൾ കുതിപ്പ് തുടരുകയാണ്. ചരിത്രവിധിയുടെ പശ്ചാത്തലത്തിൽ ആദ്യമായി അഗസ്ത്യാർകൂടം ചവിട്ടിയ സ്ത്രീയായി മാറുകയാണ് ധന്യ സനൽ. ധന്യയെ മലയാളികൾ ഏറെ അഭിമാനത്തോടെ നോക്കിക്കാണുമ്പോൾ അവരാരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയുമുണ്ട്. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിലെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ധന്യ സനൽ. നിലവിൽ പ്രതിരോധ വകുപ്പിന്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസറാണ്. മഞ്ചേരി സ്വദേശിനിയാണ് ധന്യ. സിവിൽ സർവീസ് പരിശീലന കാലത്ത് ട്രെക്കിംഗിൽ സ്വർണ്ണ മെഡൽ വാങ്ങിയ ആളാണ്. നഴ്സിംഗ് മേഖലയിൽ നിന്നായിരുന്നു സിവിൽ സർവീസ് രംഗത്തേക്ക് ധന്യ എത്തുന്നത്. പതിവായി 10 കിലോമീറ്റർ നടത്തം, 1.5 മണിക്കൂർ വർക്കൗട്ട്, ഓഫീസ് കഴിഞ്ഞുള്ള സമയം നടത്തവും ഓട്ടവും നിർബന്ധം. ട്രെക്കിന് പോകുന്ന സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ് ബാർസ് എന്നിവ മാത്രമാണ് എടുക്കുന്നത്. 1 ലിറ്റർ വെള്ളം മാത്രമേ എടുക്കൂ. കൂടുതൽ ആവശ്യത്തിനായി കാടിനുള്ളിലെ അരുവികളെ ആശ്രയിക്കും. സിംഗിൾ വുമൺ ആണ്. അമ്മയും അച്ഛനും 22-ാം വയസ്സിൽ മരിച്ചു. അഗസ്ത്യാർകൂട യാത്രയ്ക്ക് ധന്യ ഇന്നലെയാണ് തുടക്കം കുറിച്ചത്. അഗസ്ത്യാർകൂടത്തിലേക്കുള്ള സ്ത്രീ പ്രവേശനത്തിനെതിരെ കാണി വിഭാഗം രംഗത്തെത്തിയിരുന്നു. ഗോത്രാചാരങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബോണക്കാട് ഗോത്രാചാര സംരക്ഷണ യജ്ഞം തുടങ്ങി. അഗസ്ത്യാർകൂട ക്ഷേത്രം കാണിക്കാർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. എങ്കിലും തടയാത്തതിനാൽ യാത്രയ്ക്ക് തടസ്സമായില്ല. മാർച്ച് 1 വരെയാണ് അഗസ്ത്യാർകൂട യാത്ര നടക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അഗസ്ത്യാർകൂട യാത്രയ്ക്ക് ഇത്തവണ മുതൽ സ്ത്രീകൾക്കും അനുമതി നൽകി വനം വകുപ്പ് വിജ്ഞാപനം ഇറക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 100-ൽ പരം സ്ത്രീകളാണ് ഓൺലൈൻ വഴി അപേക്ഷിച്ച് പാസ് നേടിയത്. എങ്കിലും ആദ്യം കയറിയത് ധന്യയാണ്. അങ്ങനെ അഗസ്ത്യാർകൂടം മലമുകളിൽ കാൽ കുത്തുന്ന ആദ്യ വനിതയായി മാറിയിരിക്കുകയാണ് ധന്യ. അതിസാഹസികതകൾ ഒരുപാട് ഇഷ്ടമായവൾ, ആഴ്ചയിൽ 2 തവണ വരെ ട്രെക്കിംഗ് നടത്തിയും ആഗ്രഹം സഫലമാക്കുന്നവൾ. പക്ഷേ ഏറ്റവും കാത്തിരുന്ന് എതിർപ്പുകളെ മറികടന്ന് നടത്തുന്ന അഗസ്ത്യാർകൂടം യാത്രയുടെ ത്രിൽ ഓരോ വാക്കുകളിലും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ തുടങ്ങിയ യാത്ര വൈകിട്ടോടെ അതിരമല ബേസ് ക്യാമ്പിൽ അവസാനിപ്പിച്ചു. രാത്രി ബേസ് ക്യാമ്പിൽ തങ്ങിയതിനു ശേഷം ഇന്ന് രാവിലെയാണ് അഗസ്ത്യാർകൂടത്തിലേക്ക് യാത്ര തുടങ്ങിയത്. 6.5 കിലോമീറ്റർ ദുഷ്കരമായ പാതയിലൂടെ വേണം അഗസ്ത്യാർകൂടത്തിലേക്ക് എത്താൻ. യാത്രികരുടെ ശാരീരിക ക്ഷമതയ്ക്കനുസരിച്ച് 2-3 ദിവസങ്ങൾ എടുത്താണ് യാത്ര പൂർത്തിയാകുന്നത്. 100% എക്സൈറ്റ്മെന്റിലാണ് താനെന്ന് ധന്യ വ്യക്തമാക്കി. ഒരുപാട് നാൾ ആഗ്രഹിച്ചായിരുന്നു അഗസ്ത്യാർകൂടം ട്രെക്കിംഗ്. അഗസ്ത്യാർകൂടം യാത്ര ഓരോ യുവതികൾക്കും വേണ്ടിയെന്ന് വിശ്വസിക്കുന്നു. സാധാരണയായി ട്രെക്കിംഗ് നടത്തുന്നയാളാണ് ഞാൻ. എന്റെ ട്രെക്കിംഗ് ഓരോ മൂഡ് അനുസരിച്ചാണ്. ചിലപ്പോൾ ആഴ്ചയിൽ 2 തവണ ട്രക്ക് ചെയ്യും. മാസത്തിൽ 3-4 തവണ ട്രക്ക് ചെയ്യും. ട്രെക്കിംഗ് എനിക്ക് പുതിയ ഒരു അനുഭവമല്ല. പക്ഷെ ഓരോ ട്രക്കും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കാണി സമുദായത്തിന്റെ എതിർപ്പിനെ പറ്റി പറയുമ്പോൾ അവരുമായിട്ട് ഒരു വഴക്കിന് ഞാനില്ല. അവരുടെ അനുമതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വനം വകുപ്പ് ഉൾപ്പെടെ അവരുടെ അനുമതിക്ക് വേണ്ടി ശ്രമം നടത്തുകയാണ്. കൊല്ലാൻ വരുന്ന രീതിയിൽ എതിർത്താൽ എനിക്ക് മടങ്ങുക മാത്രമേ നിർവാഹമുള്ളൂ. അവരുടെ അനുമതി ഇല്ലാതെ വലിഞ്ഞു കയറില്ല. പക്ഷേ ഈ യാത്ര കാണി സമുദായത്തിന്റെ അനുമതിയോടുകൂടി പൂർത്തിയാകുമെന്നാണ് വിശ്വാസം. കാടിനെ ഞാൻ വളരെ പവിത്രതയോടു കൂടിയാണ് കാണുന്നത്. ഗോ ഗ്രീൻ എന്ന മിഷൻ പോലെയാണ് എന്റെ മനസ്സിൽ കൊണ്ടുപോകുന്നത്. എന്റെ വീടിനോടുള്ള സമീപനം തന്നെയാണ് കാടിനോടും. ഒരു മാലിന്യവും വലിച്ചെറിയാതെ അവിടെ മാലിന്യം കിടക്കുന്നത് കണ്ടാൽ അതുപോലും തിരികെ എടുത്തുകൊണ്ട് വന്ന് കളയണമെന്നാണ് എന്റെ കാഴ്ചപ്പാട്. എന്റെ കാലടികൾ അവിടെ അവശേഷിപ്പിച്ച് ഞാൻ അവിടെ നിന്ന് എടുക്കുന്നത് മെമ്മറീസ് മാത്രമാണ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഞാനില്ല, ഭക്തിയായിട്ട് കൂട്ടിക്കുഴയ്ക്കല്ലേ എന്നാണ് ധന്യ പറയുന്നത്. അഗസ്ത്യാർകൂടത്തിലേക്ക് പോകുന്നത് ട്രെക്ക് ചെയ്യാൻ മാത്രമാണ്. മറ്റൊരു മേഖലയിലും താല്പര്യമില്ല. അതിസാഹസികതകൾ മാത്രമാണ് ലക്ഷ്യം. അവസരം കൂടിയപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. നാട്ടിൽ ഇത്തരത്തിലൊരു അവസരവും ഉണ്ടായിരുന്നില്ല. ജോലി കിട്ടിയതിനു ശേഷം പല സ്ഥലങ്ങളിൽ മാറി മാറി പോകേണ്ടി വന്നു. ഒരുപാട് പേരുമായി ഇടപഴകി. സുഹൃത്തുക്കൾക്കൊപ്പമാണ് പോയി തുടങ്ങുന്നത്. അത് മനസ്സിലുണ്ടാക്കുന്ന സന്തോഷം, പോസിറ്റീവ് എനർജി, ഇതെല്ലാം ഇതിലേക്ക് എന്നെ വീണ്ടും വീണ്ടും കൊണ്ടെത്തിക്കുന്നു. അഗസ്ത്യാർകൂട യാത്ര വിജയകരമായി പൂർത്തിയാക്കിയാൽ അതിനുശേഷം അതിലും വലിയ ടാർഗറ്റ് സെറ്റ് ചെയ്ത് അതിനു പിന്നാലെ പോകും. ഒരു ലക്ഷ്യത്തിന്റെ വിജയപൂർത്തീകരണം തരുന്ന പ്രചോദനമാണ് അടുത്ത ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി സ്ത്രീകൾക്ക് അഗസ്ത്യാർകൂടത്തേക്കുള്ള പ്രവേശന വിലക്ക് റദ്ദാക്കി കഴിഞ്ഞ നവംബർ 30-നാണ് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചത്. വിധി വന്നതിന് ശേഷമുള്ള ആദ്യ യാത്രയായിരുന്നു ധന്യയുടേത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.